ഇതൊക്കെ എന്താന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. ഇതൊക്കെ ഞങ്ങളെ പണി സാധനങ്ങളാ രാജാവേ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ പണി സാധനങ്ങൾ എന്നുള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അത് സോപ്പ് വാട്ടർ ആണ്. പിന്നെ കയ്യിൽ 2 മണി കണ്ട ഈ സാധനം തട്ടി കഴിഞ്ഞ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് വെച്ചിട്ടാണ് ആൾക്ക് മനസ്സിലാവുക ഇവൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ സിസ്റ്റേഴ്സ് കണ്ടില്ലേ, അതിനും ഒരു ആവശ്യമുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവൻ ഇവിടെ ഇരിക്കുന്നത് ചുമ്മാതല്ല, അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട്. കാരണം ഈ വന്ന പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ബ്യൂട്ടി പാർലറുമായിട്ട് വലിയധികം ബന്ധമുണ്ട്. എന്താ കാരണം എന്നുണ്ടെങ്കിൽ നാട്ടിലെ മാനിക്യൂർ പെഡിക്യൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണെന്ന് അറിയില്ല, ഇങ്ങനെ തന്നെ പറയാൻ തോന്നിട്ടില്ല, ഇത് ചെയ്യുന്ന വ്യക്തിയാണ്. എന്താ നിങ്ങൾ ഇവിടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ ഇവിടെ സുലഭമായിട്ട് കാണാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഹൗസ ട്രൈബ്സ് ഇല്ലേ, അവരിൽ ചില ആളുകൾ മാത്രമാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അവരെ വിളിക്കുന്ന പേര് ഞാൻ ഈ സ്ക്രീനിൽ ഉൾപ്പെടുത്താൻ കാരണം എനിക്കും കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. ഇപ്പൊ എന്റെ സെക്യൂരിറ്റിക്കാണ് അവൻ ഈ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സെക്യൂരിറ്റിക്ക് ഭയങ്കര പൈസ കിട്ടുന്നത്, പക്ഷെ പൈസ ഒന്നും അധികം കിട്ടുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്യില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത് ഈ ട്രൈബ്സിന്റെ കുലത്തൊഴിലായതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി ഒരിക്കലും അവന് വിടില്ല. കാരണം എത്ര വർഷം കഴിഞ്ഞാലും ഈ ജോലി തന്നെയായിരിക്കും അവന്റെ ജീവിതമാർഗം. ഇനി അവൻ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, അതായത് നഖം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം അത് കത്രിക ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്ത് ആ നെയിൽ മൊത്തം ക്ലീൻ ആക്കി ബ്യൂട്ടിഫുൾ ആക്കി വെക്കും. അത് കൈമ മാത്രമല്ല കാലിലും ഇതുപോലെ തന്നെയാണ് അവൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് സോപ്പ് വാട്ടർ എന്ന്. അതായത് ഇവർ ഈ കൈ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോപ്പ് വാട്ടർ വെച്ചിട്ട് കൈ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ തൊഴിലിന് എത്ര പൈസ കിട്ടുമെന്നുള്ളത്. ഇത് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് 200 to 300 naira, അതായത് നാട്ടിലെ 10-15 രൂപയാണ് ഒരാൾക്ക് വേണ്ടി പണിയെടുത്ത കിട്ടുന്നത്. പക്ഷെ അവന് ഒരു ദിവസം തന്നെ ചുരുങ്ങിയതോ 25, 30, 40 ആളുകളെ കിട്ടാറുണ്ട്. കാരണം ഈ സെക്യൂരിറ്റികളായാലും എത്ര പാവങ്ങളായാലും കൂടി അവരവരുടെ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെയാണ് വിളിക്കുക. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത് ഹൈജീനിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ എന്നാലും നൈജീരിയയിൽ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണിത്. ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർക്ക് അറിയുന്നത് ഹൗസ എന്ന് പറഞ്ഞ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. ഹൗസ എന്ന് പറഞ്ഞ ലാംഗ്വേജും എഴുതുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അത് വേറെ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇതുപോലെ നൈജീരിയയിലെ രസകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസും അതുപോലെ കുക്കിംഗ് വീഡിയോസും എല്ലാതും എന്റെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക. താങ്ക് യു.